അനാഥാലയത്തിലും വാടക വീട്ടിലും കഴിഞ്ഞ JDT ഇസ്ലാം ഹൈസ്കൂളിലെ 2 കുട്ടികളുടെ കുടുംബങ്ങൾക്ക് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് താക്കോൽദാനം നിർവഹിച്ചു. അനാഥാലയത്തിലും വാടക വീട്ടിലും കഴിഞ്ഞ JDT ഇസ്ലാം ഹൈസ്കൂളിലെ 2 കുട്ടികളുടെ കുടുംബങ്ങൾക്ക് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകന്റെ പിതാവുമായ ഒരു മനുഷ്യസ്നേഹിയാണ് ചെറുവറ്റയ്ക്ക് സമീപം 4 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയത്. JDT ഇസ്ലാം ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും രക്ഷിതാക്കളും ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പായസ ചലഞ്ച് ഉൾപ്പെടെ നടത്തിയാണ് ഫണ്ട് കണ്ടെത്തിയത്. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് താക്കോൽദാനം നിർവഹിച്ചു. JDT ഇസ്ലാം പ്രസിഡന്റ് ഡോക്ടർ PC അൻവർ, സെക്രട്ടറി ഡോക്ടർ V ഇദ്രിസ് എന്നിവർ താക്കോൽ ഏറ്റുവാങ്ങി. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ ഇതിനകം അനുവദിച്ചത് 4,91,561 വീടുകളാണ്. ഇതിൽ 3,74,934 വീടുകൾ പൂർത്തിയായി. അർഹരായവരെ കണ്ടെത്തി. ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തിയതിലൂടെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിലുള്ള ഒരു 15 ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കാനായി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. കേരളത്തിന്റെ മത സാഹോദര്യം, മാനവികത ഇത് ലോകപ്രസിദ്ധമാണ്. ആ നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും JDT ഇസ്ലാമിനെ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. PTA പ്രസിഡന്റ് നവാസ് മൂഴിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വീട് നിർമ്മാണത്തിന് ആദ്യമായി സ്വന്തം സമ്പാദ്യം സംഭാവന നൽകിയ ആയിഷ നസ്നീനെ ആദരിച്ചു. കൗൺസിലർമാരായ ഫെനീഷ, K സന്തോഷ്, TK ചന്ദ്രൻ, വാർഡ് മെമ്പർ E രാമൻ, MP അബ്ദുൽ ഗഫൂർ, ഹിലാൽ ഹസൻ, CA ആരിഫ്, പ്രധാനാധ്യാപകൻ E അബ്ദുൽ ഗഫൂർ, സ്റ്റാഫ് സെക്രട്ടറി TK മുഹമ്മദ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ C ഹാരിസ്, N ഉമ്മർ, T ഖദീജ, PK ജാസ്മിൻ, PA ഗഫൂർ, K അഷ്റഫ്, NV റംലത്ത് ബീഗം എന്നീ അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. ACB ന്യൂസ്, കോഴിക്കോട്.